ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതാ ഞങ്ങൾ നാസ്ത കഴിക്കുന്നതാണ്. അപ്പോൾ വെള്ളപ്പം ഉണ്ടായിരുന്നു, ചെറുപയർ കറിയും കടലക്കറിയും ഉഴുന്നുവടയും 2 മുട്ട പുഴുങ്ങിയതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൊതുവേ വെള്ളിയാഴ്ച നല്ല നേരം വൈകിട്ട് എണീക്കുക, ഒരു 10 മണിയെല്ലാം ആകുമ്പോഴേ എണീക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചി ചായ കുടിക്കുകയാണ്. ചേച്ചി പിന്നെ ഒരു കാര്യമുണ്ട്, എണീറ്റ പാടും ചായ ഉണ്ടാക്കും കേട്ടോ. നല്ലെല്ലാം ആദ്യം ചേച്ചി ചായ ഉണ്ടാക്കും. ചേച്ചിക്ക് എണീറ്റ പാടും ചായ കിട്ടണം കേട്ടോ. അപ്പോൾ ചെറുപയർ കറിയും കടലക്കറി എല്ലാം സൂപ്പറായിരുന്നു. ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഉപ്മാവ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ വിചാരിച്ചു കടയിൽ നിന്ന് വാങ്ങാമെന്ന്. അങ്ങനെ അതാ ഞാനും ചേച്ചിയും നല്ല ഉഴുന്നുവടയും വെള്ളപ്പം എടുത്തിട്ടുള്ളൂ കേട്ടോ. ചേച്ചിയും അഥവാ ഒരു വെള്ളപ്പം ഉഴുന്നുവടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ നാസ്ത കഴിക്കുന്ന. ആദ്യം ഞാൻ റെക്കോർഡ് കൊടുത്തതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ റെക്കോർഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചക്ക് ഷീജ വിളിച്ചിട്ട് പറഞ്ഞ് ഓള വകയാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ട് റൂമിൽ നിന്ന് കഴിക്കാൻ, നിങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും ചേച്ചി ഒരുങ്ങി ഷീജൻ്റെ കൂടെ പോവുകയാണ് കേട്ടോ. ഷീജൻ്റെ കൂടെ നടക്കേണ്ട ദൂരേ ഉള്ളൂ. പക്ഷേ നമുക്ക് ആ ചൂടത്ത് വെള്ളിയാഴ്ച പൊതുവേ ഒരു ചൂട് കൂടുതലാണ്, നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ടാക്സിക്കാരനോട് പറഞ്ഞു ഒന്ന് കൊണ്ടുപോയി വിട്ടുതരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളിത് ഇറങ്ങി. അത്രയും ചൂടൊക്കെ ഉണ്ടാ, പിടുത്തം വിട്ട ചൂട് എന്ന് പറഞ്ഞാൽ പിടുത്തം വിട്ട, കണ്ണെല്ലാം കത്തി പോകുന്ന ചൂടായിരുന്നു കേട്ടോ. വെള്ളിയാഴ്ച എല്ലാവർക്കും അറിയാം പൊതുവെ ചൂട് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ വേണ്ടിയെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രൈഡ് റൈസും ലോലിപോപ്പും മതിയെന്ന്. അപ്പോൾ ഞങ്ങൾ 5 ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ആൾ ബിരിയാണിയും 3 ആൾ ബിരിയാണിയും ഞാനും ഷീജ. അപ്പോൾ ഓള് പറഞ്ഞ് എനിക്ക് ഫ്രൈഡ് റൈസ് എന്നാൽ എനിക്കും മതിയെന്ന് പറഞ്ഞു. ഓള് പിന്നെ ഞാനെന്താ ബുക്ക് ചെയ്യുന്നത് അതേ ചെയ്യും. അങ്ങനെ ഞാനും വണ്ടിക്കാരൻ വന്നു. ഇങ്ങനെ പോയിക്കൊണ്ട് നല്ല ചൂടായോണ്ട് കേട്ടോ. അല്ലെ ഇവിടുന്ന് നടക്കേണ്ട ദൂരേ ഉള്ളൂ, ഷൊട്ടും ആവൂല ഈ ചൂടത്ത്. അപ്പോൾ അങ്ങനെ വണ്ടി കയറി പോവുകയാണ്. അപ്പോൾ ഇനി അവിടെ എത്തിയതിൻ്റെ വിശേഷം പറയുക. അങ്ങനെ ഞങ്ങൾ പോയി. ഷീജൻ്റെ കൂടെ എത്തി. അപ്പോൾ ഇതിന് ഫുഡെല്ലാം ഞാൻ ആ ടാക്സിക്കാരെ ഫുഡ് വാങ്ങിയിട്ട് നമ്മളെ ഡ്രൈവർ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ എടുത്തിട്ടാണ് ഓളോടെ പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കാണിച്ചു തരാം. ഇപ്പോൾ ഷീജ എല്ലാം ഓർഡർ ചെയ്ത് ഇതെല്ലാം കൊടുന്ന് തുറന്നു നോക്കുകയാണ് കേട്ടോ. ബിരിയാണി റൊട്ടാന ഹോട്ടലിൽ നിന്നാണ്, അതുകൊണ്ട് സൂപ്പർ ഉണ്ട്, എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. ഓക്കെ മിക്സല്ല 3 സൈസ് ഫ്രൈഡ് റൈസ് വാങ്ങി, ഒന്ന് മിക്സ് വാങ്ങി, ഒന്ന് ചിക്കൻ വാങ്ങി, ഒന്ന് നമ്മളെ സാധാ പച്ചക്കറി വാങ്ങി. 3 ഫ്രൈഡ് റൈസും സൂപ്പറായിരുന്നു. അതേപോലെ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. പറഞ്ഞിരിക്കാൻ വയ്യ. റൊട്ടാന ഹോട്ടലിൽ നിന്നാണ് കേട്ടോ. പിന്നെ ലോലിപോപ്പ് അതും അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച അന്ന് അങ്ങനെ പോയി, അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ടും രാവിലത്തെ നാസ്തി ഉച്ചക്കത്തെ ചോറും എല്ലാം അങ്ങനെ ആയിപ്പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കഴിച്ച് ഷീജൻ്റെ കൂടെ നിന്ന് അന്ന് രാത്രിയാണ് വന്നിട്ട്. പിന്നെ അവിടെ തന്നെ ഇരുന്നു. വെള്ളിയാഴ്ച പണിയൊന്നും ഇല്ലല്ലോ. വൈകുന്നേരം ചായ കുടി എല്ലാം അവിടെ തന്നെ ഇരുന്നു. ബിരിയാണി നല്ല രസമുണ്ട് കേട്ടോ. അവിടുത്തെ ഫുഡ് മോശമില്ലാത്ത ഫുഡാണ്, നല്ല ഫുഡാണ്. അങ്ങനെ ലോലിപോപ്പും ബിരിയാണി എല്ലാം ആയിട്ട് വെള്ളിയാഴ്ച അങ്ങനെ പോയി. ഇപ്പോൾ ഓരോ ആൾക്കാർക്ക് സാലറി കിട്ടുമ്പോൾ വാങ്ങുന്ന സംഭവമാണ് കേട്ടോ. ഇപ്പോൾ ഷീജ വാങ്ങി തന്നതാണ്. അതിൻ്റെ ഒരു 3-4 ദിവസം മുന്നേ ഞങ്ങൾ ജോലി കഴിഞ്ഞ് 2:30 ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് എല്ലാവരും പറയും കണ്ണിന് ഭാഗ്യമുണ്ടെങ്കിൽ കൂണ് കിട്ടുള്ളൂ. എൻ്റെ അനിയത്തിക്ക് കൂൺ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഓള് വീഡിയോ എടുത്തിട്ട് എനിക്ക് വിട്ടുതന്നതാണ്. നല്ല കുമ്മലായിരുന്നു കണ്ടോ.
അപ്പോൾ എനിക്ക് കൊതിയായിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലുണ്ടായപ്പോൾ നമ്മളവിടെ ഉണ്ടാകുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ പോയി നോക്കി എന്നും കിട്ടൂട്ടാ. പക്ഷെ ഇപ്രാവശ്യം ഉമ്മ പറയുന്നത് അവിടുന്ന് കിട്ടിയിട്ടേ ഇല്ലയെന്ന്. ഓല് പോയി നോക്കൂല. അനിയത്തി ഇങ്ങനെ പറിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കൊതിയായിരുന്നു. നല്ല കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളിങ്ങനെ എനിക്ക് വിട്ടുതന്നു. എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കിങ്ങനെ വിട്ടുതന്ന സായി കൂൺ കിട്ടി പറഞ്ഞിട്ട്. കണ്ട ഓളിങ്ങനെ പറിച്ചിട്ട് ഇടുന്നേ. ഓലൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ അതിൻ്റെ തലേന്ന് ഒരു ചങ്ങായി അതിൻ്റെ മുട്ടെല്ലാം പറിച്ച് കൊണ്ടുവന്നു. പിറ്റേന്ന് ഓള് പോയി നോക്കിയതാട്ടോ. അപ്പോൾ ഉള്ള മുട്ടെല്ലാം നല്ല വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനിയത്തിൻ്റെ കണ്ണിനും ഭാഗ്യം ഉണ്ടായി. എല്ലാവരും പറയും ഭാഗ്യം ഉണ്ടെങ്കിലേ കൂണ് കണ്ണ് കാണുള്ളൂ എന്ന്. പക്ഷെ ഓൾ ആദ്യമായിട്ട് എത്രയോ വർഷമായി ഓളവിടെ, പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ ഓള് പറയണത് എനിക്കിങ്ങനെ കിട്ടുന്നതെന്ന്. പിന്നെ ഇതിലൊരു വീഡിയോ കൂടി ഉണ്ട്. ഞാൻ 15 വയസ്സിൽ ഞങ്ങളെ എസ്റ്റേറ്റിൽ ആശുപത്രിയിൽ വർക്ക് ചെയ്ത ചിട്ടവിട്ട് ഞാൻ ജോലിക്ക് മോനെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വർഷമായി കണ്ടിട്ട്. അങ്ങനെ എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ടേറ്റ കണ്ടതാണ് അനിതേച്ചി. അവിടെ മോളെ കല്യാണത്തിന് വന്നപ്പോഴേറ്റെ അങ്ങനെ അനിതേച്ചിനെ കാണാൻ ഞാനും എൻ്റെ ഫ്രണ്ടെല്ലാം ഞാൻ എസ്റ്റേറ്റ് പണിക്കിറങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ടിനെയാണ് അവിടെ കുഞ്ഞിനെ നോക്കാനാക്കി കൊടുത്തത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓള് ഭയങ്കര ആഗ്രഹം അനിതേച്ചിനെ കാണാൻ. അനിതേച്ചിയും പറയും സായിനെ കൂട്ടിയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ കാണാൻ പോകുന്നൊരു വീഡിയോ ഉണ്ട്. ഇതാണ് ആ വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓലിപ്പോഴും എസ്റ്റേറ്റിൽ തന്നെയാണ്. അനിതേച്ചി റിട്ടേൺ ആയി കൊല്ലം. അപ്പോൾ അനിതേച്ചി ഇൻഷാ അല്ലാഹ് കോഴിക്കോടാണ് ഓലെ വീടുള്ളത്, സെറ്റിലാവും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ കാണാൻ പോവുകയാണ്. അവിടെ കാണാൻ പോകുന്ന വീഡിയോ ഞാൻ ഇടണമെന്ന് വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പം വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇട്ടതാണ്. അന്ന് നല്ല പിടുത്തം പെട്ട മഴയായിരുന്നു കേട്ടോ. അനിതേച്ചിനൊന്നും കാണിക്കാൻ പറ്റില്ല. നല്ല ഞങ്ങൾ പോകുമ്പോൾ മഴയില്ല, പക്ഷെ ഞങ്ങൾ വരുമ്പോൾ നല്ല ഇരുടായിട്ടുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു. അന്നത്തെ ഞങ്ങൾ പോകുന്ന കോലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ല രസമല്ലേ കാണാൻ ഇവിടെ എല്ലാം. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരിയും ഓളെ മോളും ഓളെ ആങ്ങളുടെ മോളുമാണ് കേട്ടോ പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഔവാച്ചിയും ഉണ്ട് കേട്ടോ കൂടെ. അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ്.